നമസ്കാരം. മുൻ ചീഫ് സെക്രട്ടറിയും കവിയും ഗാനരചയിതാവും സാംസ്കാരിക നായകനും വളരെ സൗഹൃദത്തോടുകൂടി എല്ലാവരോടും പെരുമാറുന്നയാളുമായ ഡോക്ടർ കെ ജയകുമാറിനെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ അതിനെ അഭിനന്ദിച്ചുകൊണ്ടൊരു വാർത്ത ഞാൻ ചെയ്തിരുന്നു. ഒടുവിൽ ശബരിമലയെ ശരിയാക്കാൻ പിണറായി വിജയൻ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. ജയകുമാർ എല്ലാം ശരിയാക്കും എന്നായിരുന്നു എൻ്റെ വീഡിയോ. ഖേദപൂർവ്വം പറയട്ടെ, ആ വിലയിരുത്തലിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഞാനും പിണറായിയുടെ കെണിയിൽ വീണുപോയി. ജയകുമാർ ഒരു നല്ല മനുഷ്യനായതുകൊണ്ട്, സോഫ്റ്റ് സ്പോക്കൺ ആയതുകൊണ്ട്, സത്യസന്ധനായതുകൊണ്ട്, അഴിമതിക്കാരനല്ലാത്തതുകൊണ്ട് തെറ്റിദ്ധാരണ ഉണ്ടായതാണ്. ജയകുമാർ അഴിമതിക്കാരനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ ജയകുമാറിൻ്റെ നിയമനം ഒരു വെള്ളപൂശലാണ്, ഒരു തട്ടിപ്പിൻ്റെ കൊട്ടേഷനാണ്. ജയകുമാർ അഴിമതി നടത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ നട്ടെല്ലോടെ, തൻ്റെ ഇടത്തോടെ നിലപാട് ഉയർത്തിപ്പിടിച്ച് ജയകുമാർ ഒരിക്കലും ഉദ്യോഗസ്ഥൻ എന്ന നിലയിലുള്ള തൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റിയിട്ടില്ല. കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥനാണ്, അഴിമതിക്കാരനല്ല, ആരെയും വെറുപ്പിക്കാറില്ല, സത്യസന്ധനായ മനുഷ്യനാണ്. അതൊക്കെയാണ് എന്നെപ്പോലുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചത്. വാസ്തവത്തിൽ ജയകുമാറിൻ്റെ ഈ ഗുണഗണങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി, ഇപ്പോഴത്തെ വിവാദത്തിൽ നിന്നും തടി തപ്പാൻ വേണ്ടി, അതിൻ്റെ ആഘാതം കുറയ്ക്കാൻ വേണ്ടി സർക്കാർ നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ജയകുമാർ. ജയകുമാറിനെ നിയമിക്കുന്നതോടുകൂടി ആർക്കും എതിർക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും BJPക്കുമൊക്കെ ജയകുമാർ സ്വീകാര്യനാണ്. ആരോടും ശത്രുതയില്ല, പരസ്യമായ രാഷ്ട്രീയ നിലപാടെടുക്കാറില്ല, ഭക്തനാണ്, കവിയാണ്, ജനപ്രിയനാണ്, എല്ലാ മേഖലകളിലും സ്വാധീനമുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കിയാണ് സർക്കാർ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കിയത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ശബരിമലയിലെ സ്വർണ്ണ മോഷണം പരിധി വിട്ട് മുമ്പോട്ട് പോകും എന്ന് സർക്കാർ തിരിച്ചറിയുന്നു. വാസുവിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിക്കില്ല. ശ്രീകോവിലിൻ്റെ വാതിൽപ്പാളികളും ദ്വാരപാലക ശില്പവുമൊക്കെ അന്താരാഷ്ട്ര മോഷണ സംഘത്തിന് വിറ്റു എന്നും അതിന് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കും പാർട്ടിക്കാർക്കുമൊക്കെ പങ്കുണ്ടേ എന്നും തിരിച്ചറിയാനുള്ള സാഹചര്യം. ഈ സാഹചര്യത്തിൽ അതിൻ്റെ ആഘാതം പരമാവധി ലഘൂകരിക്കാൻ CBI പോലുള്ള അന്വേഷണ ഏജൻസികൾ വരുമ്പോൾ അവർക്ക് കുറച്ച് സംയമനം ഉണ്ടാവാനുള്ള നീക്കമാണ്. ജയകുമാർ സംസ്ഥാനത്തിനകത്തും കേന്ദ്രത്തിലുമൊക്കെ സ്വാധീനമുള്ള ഉദ്യോഗസ്ഥനാണ്. അത് ദീർഘകാലം ഹോം സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ സർവീസിലുള്ള പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഹോം സെക്രട്ടറി ആയിരുന്ന ജയകുമാറിൻ്റെ കീഴിൽ ജോലി ചെയ്തവരാണ്. അന്വേഷിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ. മാത്രമല്ല, കേന്ദ്ര സാംസ്കാരിക വകുപ്പിൻ്റെ ജോയിന്റ് സെക്രട്ടറി എന്ന നിലയിൽ കേന്ദ്ര ഉദ്യോഗസ്ഥരുമായി ബന്ധമുണ്ട്. അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് വന്ന് ചോദ്യം ചെയ്യുന്നതും വിവരങ്ങൾ ശേഖരിക്കുന്നതും ഒരു രാഷ്ട്രീയക്കാരനായ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ അടുത്ത് വന്ന് ചെയ്യുന്നതിനേക്കാൾ പ്രയാസമായിരിക്കും. അവർക്ക് ബഹുമാനത്തോടെയും ആദരവോടെയും മാത്രമേ കൈകാര്യം ചെയ്യാൻ കഴിയൂ. മാത്രമല്ല, ജയകുമാറിൻ്റെ മെയ്വഴക്കം ശക്തമായ നടപടികളിൽ നിന്നും പല ഉദ്യോഗസ്ഥരെയും പിന്തിരിപ്പിക്കും. ഇത് കണക്കിലാക്കി തന്നെയാണ് ജയകുമാറിനെ സർക്കാർ അങ്ങോട്ട് കൊണ്ടുപോയത്. ജയകുമാർ സത്യസന്ധനാണ് എന്ന് പറയുമ്പോഴും കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥനാണെന്ന് പറയുമ്പോഴും മെയ്വഴക്ക അഭ്യാസിയാണ് എന്ന കാര്യം മറച്ചു വയ്ക്കാൻ പ്രയാസമാണ്. 74 വയസ്സായി ജയകുമാറിനെ. റിട്ടയർ ചെയ്തിട്ട് 14 വർഷമായി. എന്നിട്ടും ഇപ്പോഴും ചീഫ് സെക്രട്ടറിയുടെ ശമ്പളം കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നു. ജയകുമാറിന് ഒരു ദിവസം പോലും റിട്ടയർ ചെയ്തതിന് ശേഷം അധികാരം നഷ്ടപ്പെട്ടിട്ടില്ല. 60ാമത്തെ വയസ്സിൽ ജയകുമാർ ചീഫ് സെക്രട്ടറി റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഉമ്മൻചാണ്ടി സർക്കാർ അദ്ദേഹത്തെ മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയോഗിച്ചിരുന്നു. ചീഫ് സെക്രട്ടറിയുടെ അതേ ശമ്പള സ്കെയിലിൽ. KM എബ്രാഹിമിനെ പോലെ, VP ജോയിയെ പോലെ 2 ശമ്പളം കൈപ്പറ്റാൻ മാത്രം മോശക്കാരനാണ് ജയകുമാർ ഞാൻ വിശ്വസിക്കുന്നില്ല. അവരൊക്കെ ഓണറേറിയം എന്ന പേരിൽ പുതിയ നിയമനത്തിന് ശമ്പളം കൈപ്പറ്റുകയും പെൻഷൻ കൈപ്പറ്റുകയും ചെയ്യുന്നവരാണ്. എന്നാൽ ജയകുമാർ അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ ചീഫ് സെക്രട്ടറിയുടെ അതേ ശമ്പളം കൈപ്പറ്റി അതേ പദവിയിൽ തുടരുകയാണ്, റിട്ടയർ ചെയ്ത് 14 വർഷം കഴിഞ്ഞിട്ടും. വൈസ് ചാൻസലർ സ്ഥാനത്തുനിന്ന് വിരമിച്ച ജയകുമാറിനെ പിണറായി വിജയൻ സർക്കാർ IMG ഡയറക്ടറായി നിയമിക്കുന്നു. IMG എന്ന് പറയുന്നത് ഇവിടുത്തെ IASകാരുടെ ഒരു കേഡർ പോസ്റ്റാണ്. എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ ഒന്നാണ്. ആ പോസ്റ്റിൽ IASകാരല്ലാതെ റിട്ടയർ ചെയ്തവരെ നിയമിക്കുന്ന രീതിയില്ല. ജേക്കബ് തോമസ് DGP ആയിരുന്നപ്പോൾ ആ പദവിയിൽ സർക്കാർ നിയോഗിച്ചു എന്ന് ഓർക്കണം. ആ പദവിയിലേക്ക് ചീഫ് സെക്രട്ടറി റാങ്കിൽ അതേ ശമ്പളം കൈപ്പറ്റിക്കൊണ്ട് നിയോഗിക്കുകയാണ് സർക്കാർ. ഇതിനെതിരെ IAS അസോസിയേഷൻ കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് പലർക്കും അറിയില്ല. IASകാർക്ക് പലപ്പോഴും പബ്ലിസിറ്റി കൊടുക്കാൻ കഴിയില്ല. IAS അസോസിയേഷൻ കൊടുത്ത കേസിന്റെ വിശദാംശങ്ങൾ അടങ്ങിയ രേഖകളാണ് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത്. IAS അസോസിയേഷനും അന്ന് അതിന്റെ പ്രസിഡന്റ് ആയിരുന്ന അശോകനും സെക്രട്ടറിയും കാറ്റിൽ, അതായത് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ കേസ് കൊടുത്തിരിക്കുന്നു. IASകാരന്റെ കേഡർ പോസ്റ്റിലേക്ക് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥനെ വയ്ക്കരുത് എന്നതാണ് ഇവരുടെ ആവശ്യം. ഈ കേസ് കഴിഞ്ഞ 2 വർഷമായി കാറ്റിന്റെ പരിഗണനയിലാണ്. ഈ കേസ് ഈ നവംബർ മാസത്തോടെ പൂർത്തിയാവും. ഡിസംബറിൽ അതിന്റെ വിധി വരും. ഈ വിധി വരുമ്പോൾ അത് കെ ജയകുമാറിനും സർക്കാരിനും എതിരാവും. കാരണം അത്രമാത്രം കൃത്യമായി തന്നെ വിവരങ്ങൾ ഈ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
സർക്കാരാവട്ടെ തടി തപ്പുന്നതിന് വേണ്ടി കോടതിയോട് പറഞ്ഞിരിക്കുന്ന വിശദീകരണം വിചിത്രമാണ്. ഞങ്ങൾ ഡയറക്ടർ ജനറൽ പദവിയിലല്ല നിയോഗിച്ചിരിക്കുന്നത്, ഡയറക്ടർ പദവിയിലാണെന്ന്. എന്ന് വെച്ചാൽ IMGയുടെ ഡയറക്ടർ ജനറൽ എന്ന തസ്തിക ഡയറക്ടറാക്കി മാറ്റി പുതിയ തസ്തിക എന്ന വ്യാജേനയാണ് സർക്കാർ ജയകുമാറിനെ നിയോഗിച്ചത്. ആ വാദം വിലപ്പോവില്ലെന്നും ആ പദവിയിൽ നിന്നും ജയകുമാറിനെ പുറത്താക്കുമെന്നും ഉറപ്പായപ്പോൾ ജയകുമാർ ബുദ്ധിപരമായി ഒരു നീക്കം നടത്തി. സർക്കാരിനെ സുഖിപ്പിച്ചുകൊണ്ട് ശബരിമല വിഷയ പശ്ചാത്തലത്തിൽ ഒരു ഇന്റർവ്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുക്കുന്നു. സ്വകാര്യ സംഭാഷണങ്ങൾ CPMനെയും സർക്കാരിനെയും അതിനിശിതമായി വിമർശിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ജയകുമാർ. പക്ഷേ ഇന്ത്യൻ എക്സ്പ്രസിൽ അദ്ദേഹം ഇതിനെല്ലാം വെള്ളപൂശിക്കൊണ്ട് ഒരു അഭിമുഖം കൊടുക്കുകയാണ്. ശബരിമലയിലെ കമ്മീഷനായിരുന്ന ആളാണ് സർവീസിലിരുന്നപ്പോൾ ജയകുമാർ. ആ ഒരു സാഹചര്യത്തിൽ ജയകുമാർ സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും വെള്ളപൂശിക്കൊണ്ട് എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞൊരു അഭിമുഖം കൊടുത്ത് ഇപ്പോൾ നഷ്ടപ്പെടാൻ പോകുന്ന പദവിക്ക് പകരം മറ്റൊരു പദവി ഉറപ്പിക്കുകയായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സുരക്ഷിതമായ പുതിയിടത്തിലേക്ക് ചേക്കേറാനുള്ള ജയകുമാറിന്റെ ആഗ്രഹത്തിന് പിണറായി പച്ചക്കൊടി കാട്ടുന്നത്. ജയകുമാറിനെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്നതുവരെ ഉന്നത പദവിയിൽ ഇരിക്കണമെന്ന ആഗ്രഹം, അത് മാത്രമാണ് അദ്ദേഹത്തിന് കുഴപ്പം. വേറെ കുഴപ്പമൊന്നുമില്ല. സത്യസന്ധനായ മനുഷ്യനാണ്, നല്ല മനുഷ്യൻ, നല്ല കവിയാണ്, എല്ലാവരോടും സ്നേഹമാണ്, ശത്രുതയൊന്നും ആരോടുമില്ല, ആർക്കിട്ടും പാര വെക്കില്ല. പക്ഷെ മരിക്കുന്നത് വരെ ഉന്നത പദവിയിൽ ഇരിക്കണമെന്നൊരു ആഗ്രഹം മാത്രം ബാക്കിയുണ്ട്. ആ ആഗ്രഹം ജയകുമാറിന് സാധിക്കും. പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കൊടുക്കുന്ന ആനുകൂല്യം എന്ന നിലയിൽ സർക്കാരിനെ മുഖം രക്ഷിച്ചെടുക്കാൻ പരമാവധി സഹായിക്കുകയും ചെയ്യും. മാത്രമല്ല, ജയകുമാറിന്റെ മുമ്പിൽ നിർത്തുമ്പോൾ സർക്കാരിന്റെ സൽപ്പേരിനും ഗുണമുണ്ടാവും. BJPക്കാരും കോൺഗ്രസ്സുകാർക്കും പോലും ജയകുമാറിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെ മുഖം രക്ഷിക്കാനുള്ള സർക്കാരിന്റെ ഒരു നീക്കത്തിന്റെ ഭാഗമാണ് ജയകുമാറിന്റെ നിയമനം എന്ന് ഖേദപൂർവ്വം പറയട്ടെ. വാസ്തവത്തിൽ ജയകുമാർ എന്ന നല്ല ഉദ്യോഗസ്ഥന്റെ സൽപ്പേര് കണ്ടുകൊണ്ടാണ് ആദ്യം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. എന്നാൽ ഇത് വിജയന്റെ കെണിയാണ്, ഇതൊരു കൊട്ടേഷനാണ് എന്ന് പിന്നീട് ചില ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ വിശദീകരിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത്.